Hello guys, welcome back to our YouTube channel. Welcome back Cora. Okay. നമ്മൾ ഇന്ന് എവിടെ പോകുന്നു യുവാൻ? ബീച്ചിൽ പോണു. നമ്മൾ ഇന്ന് സൺഡേ ഈവനിങ് ആയിട്ട് ബീച്ചിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാണ്. അമ്മുവിന്റെ ബീച്ച് ടോയ്സ് ഒക്കെ എടുത്തോ? ആരെടുത്തു? മമ്മ എടുത്തു. അമ്പു എടുത്തില്ല, മമ്മ എടുത്തു. ബീച്ച് ടോയ്സ് എടുത്ത് നമ്മൾ എന്തിനാ പോണേ ബീച്ചില്? പറ. ഹാപ്പി ആണോ? എത്ര ഹാപ്പി? കൊറേ ഹാപ്പി. ഓക്കെ, അപ്പം നമ്മൾ ബീച്ചിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം സമയം 6 മണി കഴിഞ്ഞു അല്ലേക്കാ? സമയം ഇപ്പം 6 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബീച്ചിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. എന്ത് ചൂടെടുക്കണം? ലേക്കിട്ടാ ചൂട് പോകും. ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടിട്ട് തന്നെ സൺസെറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളെത്തിയത്. സൺഡേ ആയതുകൊണ്ടിട്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. യുവാൻ്റെ കൂടെ കളിക്കുന്നതാണ് കേട്ടോ എൻ്റെ ബ്രദറിൻ്റെ മോൻ സിഫ്രാൻ. അമ്പു എന്ത് ചെയ്യുവാ? എന്ത്? വീടുണ്ടാക്കുവാണോ മമ്മിക്ക്? ഓ താങ്ക് യു. എന്തുവാ? ഓഫീസാണോ വീടാണോ? ഓഫീസ് വീടോ? അത് കിട്ടിയില്ലേക്ക് ഒന്നുകൂടെ പൊളിക്കൂ. മണ്ണ് വാരി മോത്തറിയേ. മണ്ട വളക്കന അടിയായിരിക്കും. എന്തോ മണ്ട വളക്കന കിട്ടുമെന്ന് പറഞ്ഞപ്പോ അതേപോലെ കിട്ടി. അവൻ ചിപ്പൂരെ പുറത്ത് മണ്ണോരിടാൻ പോയി അവൻ്റെ അടി കൊടുത്തത്. പിന്നെ ഞാനും ഇക്കായും കൂടെ ബീച്ചിലൊരു ചെറിയ വാക്കിനൊക്കെ പോയി. അപ്പുറത്ത് കൂടെ ഇപ്പുറത്ത് കൂടെ പോകുന്നവരൊക്കെ പത്ത് കുറ്റമൊക്കെ പറഞ്ഞ് കുറച്ച് പരദൂഷണമൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നടന്നു. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും യുവാൻ അവിടെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ സെറ്റാക്കി ഒരുമിച്ച് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടോ. ഇവൻ ഞങ്ങളെ രണ്ടാളെയും പോലെയല്ല. ഇവൻ പബ്ലിക്കിൽ പോകുമ്പോഴത്തേക്കും ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാനും അങ്ങോട്ട് പോയി മിണ്ടാനും ഒക്കെ അവനായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് പോകാറുണ്ട്. പിന്നെ പിള്ളേരവിടെ നിന്ന് കളിക്കുന്ന സമയത്ത് ഞാനും മിക്കായും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങിരുന്നു. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. നമ്മളിതുപോലെ കുറച്ച് നേരം സെൽഫ് ടൈമൊക്കെ ആയിട്ട് ഇങ്ങനെ ബീച്ചിലൊക്കെ വന്നിരിക്കാറുണ്ട്. നല്ല രസമാണ് അതൊക്കെ. തെളിമാനം മഴവില്ലിൻ നിറമണിയും നേരം നിറമാർന്നൊരു കനവെന്നിൽ തെളിയുന്ന പോലെ ഞാനാണ് കണ്ടുപിടിച്ചത്. എന്റെ പൊന്ന് കെട്ടിയോനെ. താങ്ക് യു അമ്പുടു. അമ്പുടു ആണ് ഇവിടെ കുഴിച്ചിട്ട്. അല്ല ഡാഡയാണ് ഇവിടെ കുഴിച്ചിട്ട്. അമ്പുടു അമ്പുടല്ലേ കുഴിച്ചിട്ട്? പിന്നെ ആര്? ഡാഡാ. അവൻ മനപ്പൂർവ്വം തിരിച്ചിടുള്ളൂ എപ്പോഴും. എന്നെ ഒരു ചെരുപ്പിൽ 1.5 മണിക്കൂർ ഇവിടെ നടത്തിച്ചിട്ട് കെട്ടി.
അങ്ങനെ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ കഴക്കൂട്ടം കോക്കോട്രിയിലേക്ക് ഒരു ജ്യൂസൊക്കെ കുടിക്കാനായിട്ട് പോയി. അവിടെ പോയി അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ, നമ്മളെല്ലാവരും ഓരോ കണ്ണൂർ കോക്ടെയിലൊക്കെ കുടിച്ചു. അടുത്തായിട്ട് ചോക്ലേറ്റ് മോൺസ്റ്ററാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് തിന്ന് തീർക്കാൻ അത്യാവശ്യം സമയമൊക്കെ എടുക്കും, പക്ഷേ നൈസ് സാധനമാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സാധനമാണ്. യുവാനത് ഭയങ്കര ഇഷ്ടമാണ്. ബർഗർ കഴിക്കാൻ അറിയത്തില്ലെങ്കിലും യുവാൻ എവിടെ ചെന്നാലും പറയുന്നത് മമ്മ ബർഗർ എന്നാണ്. പിന്നെ എനിക്കിത് ഇഷ്ടമായതുകൊണ്ട് നമ്മളത് വാങ്ങിക്കൊടുക്കാറുണ്ട്. അവൻ കഴിച്ചതിൻ്റെ ബാക്കി നമ്മൾ കഴിച്ചാൽ മതിയല്ലോ. ഓക്കെ, സോസ് വേണോ? മതി 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 മതി. അങ്ങനെയാണോ എടുക്കുന്നത്? ഫുള്ളോടെ എടുക്ക്, ഇങ്ങനെ എടുക്ക്. കഴിക്കേ. ഈ ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾ വിചാരിക്കും അവനെന്തോ കാര്യമായിട്ട് ആലോചിക്കാമെന്ന്. പക്ഷേ അല്ല, കുറച്ചുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അവൻ വായി നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. എന്താ ചെയ്യല്ലേ? അങ്ങനെ അവിടെ നിന്ന് വളരെ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ നിന്ന് കാര്യമൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് നമ്മൾ സഡൻലി പ്ലാൻ ചെയ്തൊരു സൺഡേ നൈറ്റ് ഔട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. താങ്ക് യു ഗായ്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അടുത്തൊരു വ്ലോഗായിട്ട് നമ്മൾ ഉടനെ തന്നെ വരാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.